ഹായ്, നമ്മളിന്നിവിടെ പാർട്ടി വെയറിൻ്റെ നെക്ലേസ് സെറ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മളുടെ കഴുത്തിൻ്റെ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് പുറത്ത് ഒരു OHP ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ആയിട്ടാണ് ഞാൻ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഐ ഷേപ്പ് കോപ്പർ കളർ കുന്തൻ സ്റ്റോണാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസാണ് അത്. ഞാൻ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു സൈഡിൽ ഞാൻ പകുതി വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പകുതി അടുത്ത സൈഡിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലും ഡൗട്ടുള്ളവർ കമൻറ്റിൽ എന്തായാലും ചോദിക്കുക, ഞാൻ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ രണ്ട് സൈഡും ഒരുപോലെ ചെയ്ത് വന്നിട്ട് നടുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇല്ലേ, ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. വീഡിയോയിൽ കാണുമ്പം തന്നെ കണ്ടോ എങ്ങനെയുണ്ട്? നല്ലൊരു ലുക്കില്ലേ? പാർട്ടി വെയറിനൊക്കെ ഇടാൻ പറ്റിയ. ഇനിയാണ് നമുക്ക് കമ്മലിന് ചെയ്തെടുക്കാം. കമ്മലിൻ്റെ സ്റ്റഡിന് വേണ്ടിയിട്ട് വീണ്ടും അതേ കോപ്പർ കളർ കുന്തൻ സ്റ്റോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ 2 സ്റ്റഡിനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഹാങ്ങിങ്ങിനായിട്ട് ഞാൻ ഒരു കളർ ബീഡാണ് എടുക്കുന്നത്. ബീഡെന്ന് പറയുമ്പോൾ സ്റ്റോൺ. അപ്പം ഗസ് ചെയ്യാൻ പറ്റുമോ? ഓൾറെഡി വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയായിരിക്കും. അപ്പോൾ ഇതിപ്പം ഞാൻ ഒരു ബോൾ ചെയിനാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 3 ബോൾ ചെയിൻ 3 കഷ്ണം ഒരേ അളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ഒട്ടിക്കാൻ പോകുന്ന സ്റ്റോണിൻ്റെ അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ അളവെടുക്കുന്ന വിധം ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അങ്ങനെ 3 ഞാൻ ബോൾ ചെയിൻ ഒട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ പീക്കോ ഗ്രീനോ ബ്ലൂ ആണ്. അപ്പോൾ ആ 3 സ്റ്റോൺ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം കാരണം എൻ്റെ പുറകിൽ കുറച്ചിങ്ങനെ ബഡ്ജ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പം അതൊന്ന് ഫ്ലാറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ബോൾ ചെയിൻ ഒട്ടിച്ചത്. എന്നിട്ട് അതിന് ചുറ്റും വീണ്ടും കോപ്പറിൻ്റെ തന്നെ സ്റ്റോൺ ചെയിൻ കൂടി ഞാൻ ഒട്ടിച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എൻ്റെ ഭംഗി അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് 2 ഞാൻ ചെയ്തെടുക്കുന്നത്. സ്റ്റഡിൻ്റെ, അതായത് ഇയറിങ്ങിൻ്റെ ഹാങ്ങിങ്ങിനായിട്ട്, ഒരെണ്ണം നമ്മളെ മാലയുടെ ഹാങ്ങിങ്ങായിട്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി സ്റ്റഡിൻ്റെ ബേസിൽ സ്റ്റഡ് ബേസും പിന്നെ ഐപ്പിന്നും വെച്ച് കൊടുക്കുന്നു. ഐപ്പിന്ന് വെച്ച് കൊടുക്കുന്ന വിധം കണ്ടല്ലോ, ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഒന്നിൽ ഫ്ലാറ്റായിട്ട്, അതായത് നേരെയാണ് റൗണ്ട് സൈഡ് കാണത്തക്ക രീതിയിലാണ് ഞാൻ വെച്ചതെങ്കിൽ മറ്റേ സൈഡിൽ ഞാൻ പുറത്തോട്ട് കാണത്തക്ക രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഓപ്പോസിറ്റ് വശങ്ങളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാലയിൽ ഞാൻ അതുപോലെയാണ് വെച്ചിരിക്കുന്നത്, ഫ്ലാറ്റായിട്ട് നേരെ കാണത്തക്ക രീതിയിൽ ഒന്ന് തിരിച്ച്. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായില്ലെന്ന് കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു, ബൈ.